അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, വഹാബ് സക്കാഫി മമ്പാട് അയാളുടെ ഫേസ്ബുക്ക് പേജിൽ 2-3 പോസ്റ്റുകൾ കണ്ടു. നവാസ് മന്നാനി ഉസ്താദിനെ കുറിച്ചാണ് അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രീൻഷോട്ടൊക്കെ വെച്ചുകൊണ്ട് അതിൽ കുറച്ച് റെഡ് മാർക്കൊക്കെ ചെയ്തുകൊണ്ടാണ് പോസ്റ്റുകൾ ചെയ്തിട്ടുള്ളത്. എന്താണ് നവാസ് മന്നാനി പറഞ്ഞത്? ഞാനിവിടെ ഇപ്പോൾ സുരക്ഷിതനാണ്, എന്നാൽ എൻ്റെ പലരും പലയിടത്തും സുരക്ഷിതരല്ല. ഇതൊരു യാഥാർത്ഥ്യമല്ലേ അദ്ദേഹം പറഞ്ഞത്? ഇത് പറയുന്ന സാഹചര്യം, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മുസ്ലിങ്ങളുടെ മൊത്തം അട്ടിപ്പേറവകാശം ഏറ്റെടുത്തുകൊണ്ട് മുസ്ലിങ്ങളെല്ലാം ഇന്ത്യയിൽ പരമസുഖത്തിലാണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പണ്ഡിതൻ്റെ കർത്തവ്യ നിർവഹണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം അത് അദ്ദേഹം നടത്തി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാൽ അതിന് വഹാബ് മമ്പാട് നൽകുന്ന വാക്കുകൾ കേൾക്കാം. സ്വന്തം കമന്റ് ബോക്സിൽ വഹാബികൾ വന്ന് സ്വന്തത്തെ പരിഹസിച്ചപ്പോൾ മാത്രം സുന്നി വികാരം അണപൊട്ടി ഒഴുകുകയാണ്. അല്ലാത്തിടങ്ങളിൽ മുഴുവൻ സുഖപ്പീര് പ്രസംഗിക്കുകയും ചെയ്ത് തക്കം നോക്കി നാവ് ചലിപ്പിക്കുന്നവർക്ക് ശീലമുള്ള ഒന്നാണ് താങ്കൾ ഈ പറഞ്ഞ സ്വയം സുരക്ഷിതത്വ ബോധം എന്നൊക്കെ വഹാബ് പറഞ്ഞിട്ടുണ്ട്. വഹാബ് ആരാണെന്നുള്ളത് നമുക്കറിയാലോ. ഇനി അടുത്തൊന്ന് നമുക്ക് നോക്കാം. ഇത് ഇയാളുടെ സ്വഭാവ വൈകൃതങ്ങൾ, അയാളുടെ മറ്റു വൈകൃതങ്ങൾ അത് നമ്മൾ ഈ സമയത്ത് എന്തായാലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മമ്പാടുകാരനായ ഒരു ഫിലിപ്പ് മമ്പാട് ഇപ്പോൾ പുതിയ ഒരു സംഗതിയുമായിട്ട് അകത്താണ്. ഇയാളും ഒരു മമ്പാടുകാരനാണ്. സെയിം കാറ്റഗറിയിലുള്ള ഒരു കേസ് ഇയാളെ പേരിലുണ്ടായിരുന്നു. എന്നിട്ട് അത് ഇത്രത്തോളം വ്യാപകമായിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് കണ്ടില്ല. ഇതിൻ്റെ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. കാര്യം, ഒരു പണ്ഡിത വേഷധാരി തെറ്റ് ചെയ്താൽ പിന്നെ മിണ്ടിപ്പോകരുത്, ചുപ്പുരകമെന്നും പറഞ്ഞ് നടക്കുന്ന ആളുകൾ ചിന്തിക്കുക. ഫിലിപ്പ് മമ്പാടി എന്ന് പറയുന്ന മുൻ പോലീസുകാരനായ ഇപ്പോൾ 16 വയസ്സുകാരിയെ പീഡിപ്പിച്ച ആ മനുഷ്യനുള്ള ആ ഒരു കാര്യം തന്നെ ഉള്ളൂ ഈ പറഞ്ഞ മമ്പാടുകാരനും എന്നുള്ളത് ഒന്ന് ഓർത്തു വയ്ക്കുക. അതല്ല നമ്മുടെ വിഷയം. അടുത്തത് നവാസ് മന്നാനിയുടെ ഒരു പോസ്റ്റാണ്. ഈ വഹാബ് മമ്പാട് ഈ വിഷയം പറഞ്ഞപ്പോൾ നവാസ് മന്നാനി അത് പരാമർശിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടാണ്. നോക്കാം. മമ്പാടെ തൽക്കാലം റംസാൻ ആയത് കൊണ്ടും സമുദായത്തിൻ്റെ ഉള്ളിലെ ചില അസ്വാരസ്യങ്ങൾ സമൂഹത്തിൽ വലിച്ചിട്ട് സ്വയം അപഹാസ്യനാകാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടും, വഹാബ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. എവിടെ അല്ലേ അന്തം കുന്തം വേണ്ടേ? ഖുർആനും സുന്നത്തും പറയുന്ന ആരെങ്കിലും കണ്ടാൽ വഹാബി എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പിന്നാലെ കൂടി കലപില പറയുന്ന വെട്ടിക്കിളി വഹാബിന് എന്ത് അല്ലേ? ചാത്തനെന്ത് മാസറ. ബാക്കി വായിക്കാം നമുക്ക്. ആരാണ് നവാസ് മന്നാനി എന്നുള്ളത് ഇതിൻ്റെ ബാക്കിൽ നമ്മൾ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പണ്ഡിതന്മാരാണല്ലോ, ഞങ്ങളുടെ മുന്നിൽ എങ്കിലും സരിതയോട് മാപ്പ് പറഞ്ഞ പോലെ എന്നെ കിട്ടില്ല മാപ്പ് പറയാൻ എന്നാണ് ഇവിടെ നവാസ് മന്നാനി ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. നവാസ് മന്നാനി ഉസ്താദിനോട് ഈ ഒരു വിഷയത്തിൽ ഞാൻ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. കാര്യം, നമ്മൾ രണ്ടാളും പണ്ഡിതന്മാരാണല്ലോ എന്ന് പറഞ്ഞാൽ ഈ ചെങ്ങായിനാ കണത്ത് കൂട്ടിയങ്ങൾ അത് തെറ്റാണ് ചെയ്തത്. അങ്ങനെ പറയരുത് ഉസ്താദെ. ഏതായാലും താങ്കളെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. താങ്കൾക്ക് ഞാൻ ഒരു 2-3 മാസം മുമ്പ് വിളിച്ചിരുന്നു. താങ്കളുടെ ഡ്രൈവറോ മറ്റോ ആണ് ഫോൺ അറ്റൻഡ് ചെയ്തത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയം പറഞ്ഞ് താങ്കളെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എൻ്റെ നമ്പർ അറിയാത്തത് കൊണ്ടാണെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടതിന് ശേഷം വിളിക്കാം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന് വഹാബ് ഇപ്പോൾ ഈ പറഞ്ഞ ഈ വിഷയത്തിന് വഹാബ് കൊടുത്തിട്ടുള്ള മറുപടി, താങ്കളുടെ ഒരു ഔദാര്യവും ഇവിടേക്ക് ആവശ്യമില്ല. ഒരു പണ്ഡിതനെ ട്രോളിയപ്പോൾ ഓർമ്മയില്ലാത്ത നോമ്പും ഒരു പെരുന്നാളും എൻ്റെ കാര്യത്തിൽ മാത്രമായി താങ്കൾ ഓർക്കേണ്ടതില്ല. എവിടെയാണ് പണ്ഡിതനെ ട്രോൾ ചെയ്ത്? ഒരു പണ്ഡിതൻ എന്ന് പറയുന്ന AP അബൂബക്കർ മുസ്ലിയാരെ, അദ്ദേഹം മുസ്ലിങ്ങളുടെ മൊത്തം അട്ടിപ്പേറവകാശം കൊടുത്ത് ചെന്നപ്പോൾ ആ തെക്കുന്നുള്ള ആളുകളുണ്ടല്ലോ, ഓല് വഹാബെ ഇവിടുത്തെ വഹാബിനെ പോലെ അതും നീട്ടി അല്ലെങ്കിൽ അതും എന്തെങ്കിലുമൊക്കെ ആക്കി നടക്കൂല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇത് കഴിഞ്ഞിട്ട് കുറേയൊക്കെ ഉണ്ട്, അതൊന്നും ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നില്ല. എന്നാൽ എന്താണ് ഈ വഹാബ് സക്കാഫി ഇത്രയേറെ അല്ലേ AP അബൂബക്കർ മുസ്ലിയാർക്ക് വേണ്ടി മറ്റൊരു വീഡിയോ കൂടി ഉണ്ട്. ഒരു പണ്ഡിതന്റെ വാക്കുകൾ കേൾപ്പിച്ചുകൊണ്ട് തന്നെ ഇവിടെ വിശദീകരിക്കാനുണ്ട്. അതിനു മുമ്പ് നമുക്ക് ആരാണ് ഈ വഹാബ് മമ്പാട് എന്ന് പറയുന്ന വെട്ടിക്കിളി, അയാള് വിമർശിക്കുന്ന നവാസ് മന്നാനി എന്നൊന്ന് കേട്ടിട്ട് വരാം.
നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ വരുന്ന ഹിന്ദുക്കൾക്ക് വെള്ളം കൊടുത്തോ, സംഭാരം കൊടുത്തോ, തൈര് കൊടുത്തോ, സാമ്പാർ കൂട്ടി ചോറ് കൊടുത്തോ, 3 ദിവസം നമ്മുടെ വീട്ടിലവർക്ക് പാല് പിരിച്ചു കൊടുക്ക. നമ്മുടെ സഹോദരങ്ങളാ, നമ്മുടെ രക്തമാണവര്. ഇവിടത്തെ ഹിന്ദുക്കൾ നമ്മുടെ രക്തമാണ്. അവർക്ക് 3 ദിവസം നമ്മുടെ വീട്ടിൽ ഭക്ഷണം കൊടുത്ത് നിങ്ങൾ ആതിഥേയ മര്യാദ സ്വീകരിച്ചോ. പക്ഷെ ഒരു RSS കാരനെ വീട്ടിൽ കേറ്റരുത്, ഒരു BJP കാരനെ വീട്ടിൽ കേറ്റരുത്. ഇത് അല്ലാഹുവിന്റെ ഖുർആനിന്റെ സമീപനമാണ്. ലാ തത്തഖിദു അദുവി വഅദുവകും ഔലിയാ. എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങളെ സംരക്ഷകരാക്കരുതെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോ നമ്മൾ കേട്ടത് നവാസ് മന്നാനി ഉസ്താദിന്റെ അർജവമുള്ള വാക്കുകളാണ്. ഹൈന്ദവ സഹോദരങ്ങളോട് തോളോട് തോൾ ചേർന്ന് തന്നെ നമ്മൾ ജീവിക്കണം. അവർ നമ്മുടെ സഹോദര മതസ്ഥരാണ്, സഹോദരന്മാരാണ്. അതിലൊന്നും ഒരു സംശയമില്ല. ഇവിടെ വർഗീയത ആരും പറയരുത്. വർഗീയതയല്ല നമ്മുടെ ലക്ഷ്യം. ഏകോദര സഹോദരങ്ങളായിക്കൊണ്ട് തോളോട് തോൾ ചേർന്ന് ജീവിക്കുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന പരിപാവനമായ സംസ്കാരത്തിന്റെ വക്താക്കളാണ് നമ്മൾ. ഇന്ത്യയിലെ ഓരോ പൗരന്മാരും. അതിൽ വിള്ളൽ വീഴ്ത്തുന്ന ചില വിവരദോഷികളായ വർഗീയവാദികളുണ്ട്. അവരെ നമ്മൾ മനസ്സിലാക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അവരെ മനസ്സിലാക്കാൻ കഴിയാത്ത ചില ആളുകൾ, അവരാണ് ഈ സംഭവങ്ങളുമായിട്ടൊക്കെ നടക്കുന്നത്. വഹാബ് മമ്പാട് വെട്ടിക്കിളയെ താങ്കൾ ട്രോളിയിട്ട് പല ആളുകളെയും മോശമായി ചിത്രീകരിക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. നവാസ് മന്നാനി ഉസ്താദിനെ പോലെയുള്ള ആർജവമുള്ള പണ്ഡിതന്മാരെയൊക്കെ ട്രോളുമ്പോൾ ആർക്ക് വേണ്ടിയാണ് ട്രോളുന്നത്? ഏത് റാൻമൂളികൾക്ക് വേണ്ടിയാണ്? ഏത് ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാൻ നല്ലത് ആർക്ക് വേണ്ടിയാണ് എന്നുള്ളത് സ്വയം ചിന്തിച്ചില്ലെങ്കിലും ഇതൊക്കെ കേൾക്കുന്ന ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്നെങ്കിലും മനസ്സിലാക്കുക, ചിന്തിക്കുക. അതായിരിക്കും നല്ലത്. നവാസ് മന്നാനി ഉസ്താദിനെ പോലെയുള്ള ആർജവമുള്ള പണ്ഡിതന്മാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രിയമുള്ളവരെ, പരിശുദ്ധ റംസാനിലെ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.